അതായത് ഈ ബൈഠക്കുകളിലും അല്ലെങ്കിൽ ഈ സംഘത്തിൻ്റെ ക്യാമ്പുകളിലുമൊക്കെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ അതിഭീകരമായ അല്ലെങ്കിൽ ഉത്പാദിപ്പിക്കുന്നു, അതായത് അവരെ ഉന്മൂലനം ചെയ്യാൻ പറയുന്നു, ഇതൊക്കെയാണല്ലോ പൊതുവിൽ പറയുക. അനുഭവം എങ്ങനെയുണ്ട്? സംഘത്തിൻ്റെ ക്യാമ്പിൽ ഹിന്ദു മതത്തെക്കുറിച്ചോ ഒന്നും പഠിപ്പിക്കുന്നതായിട്ട് എനിക്കറിയില്ല. ഹിന്ദുവിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്, അതൊരു സംസ്കാരമാണെന്നും അതൊരു സംസ്കൃതിയാണെന്നും അതിനെ നിലനിർത്തേണ്ടത് നമ്മുടെ സംസ്കാരം നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യമാണെന്നും അത് ആ സംസ്കൃതിയും സംസ്കാരവും തലമുറകൾ കൈമാറിപ്പോണമെന്നും നമ്മുടെ നാട്ടിലെ എല്ലാ നന്മകളും നിലനിൽക്കണമെന്നും മാത്രമേ ഉള്ളൂ. നമ്മുടെ സംഘത്തിൻ്റെ പ്രചാരകമായിട്ടും അല്ലെങ്കിൽ ചുമതലകളിലൊക്കെ ക്രിസ്ത്യാനികൾ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉണ്ട്. കോട്ടയം ഭാഗത്ത് ഇപ്പോൾ ക്രിസ്ത്യാനികൾ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. ഇപ്പോൾ ഞാൻ കണ്ട കാഴ്ച എന്ന് പറയുന്നത് എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും, ഇപ്പോൾ പ്രാരംഭിക വർഗ്ഗം ഞാൻ പങ്കെടുത്തെന്ന് പറഞ്ഞു, എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളുമുണ്ട്. അപ്പോൾ അതിൽ മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, അതും പല പല ഉദ്യോഗങ്ങളിൽ ടെക്കികളായിരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ സ്വയം സംരംഭങ്ങളുള്ള ആളുകൾ. അവർക്ക് സംഘത്തെ അറിയാനും സംഘത്തിൽ പ്രവർത്തിക്കാനും ഭയങ്കര ആഗ്രഹമുള്ള ആളുകളാണ്. ഇവർക്കെല്ലാം അവസരം സംഘത്തിനകത്തുണ്ട്. ഇതൊരു ഹിന്ദു മതവിശ്വാസികളുടെ ഒരു മതസംഘടനയല്ല RSS. ഈ സമൂഹത്തിലെ ഒരു സംഘടനയല്ല. RSS സമൂഹത്തിൻ്റെ സംഘടനയാണ്. അതാണ് ഞാൻ മനസ്സിലാക്കിയ പ്രധാനപ്പെട്ട കാര്യം. പൊതുവേ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്, കുറേ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു സവർണ പ്രത്യയശാസ്ത്രം അടിച്ചേൽപ്പിക്കുന്ന, അങ്ങനെ അതിനു വേണ്ടിയുള്ള സംഘടനയാണ് എന്നാണ് പൊതുവേ RSSനെ CPM ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. എന്ത് പറഞ്ഞാലും സവർണ പ്രത്യയശാസ്ത്രം എന്നുള്ളത് പറയാറുണ്ട്. ഇപ്പോൾ വന്നതിന് ശേഷമുള്ള അനുഭവങ്ങൾ എങ്ങനെയൊക്കെയാണ്? അല്ല, പ്രധാനമായിട്ടും അത് ഞാൻ പറഞ്ഞു ഈ ഒരു പ്രൊപ്പഗാൻഡയാണ്. അതിന് കാരണം CPMൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോർ വോട്ടെന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ദളിത് വിഭാഗത്തിൽപ്പെട്ട നമ്മുടെ സാധാരണഘട്ട, ഇപ്പോൾ തിരുവനന്തപുരം ഭാഷയെ പറഞ്ഞാൽ ഊഴിയ വേല ചെയ്യാൻ വിധിക്കപ്പെട്ട ആളുകളാണ്. അപ്പോൾ അവരെ എപ്പോഴും, കാരണം അവരിൽ ഭൂരിഭാഗവും ഹിന്ദുക്കളാണ്. അപ്പോൾ അവർ BJPയുമായിട്ടോ സംഘപ്രസ്ഥാനവുമായിട്ടോ അടുക്കരുത്. അടുത്തു പോയാൽ, ശരി അറിഞ്ഞു പോയാൽ CPMവുമായി അകന്നു പോകും. അവർക്ക് പോസ്റ്റർ ഒട്ടിക്കാനും അവർക്ക് കൊടി കെട്ടാനും അവർക്ക് മഴ നനഞ്ഞും വെയിൽ കൊണ്ടും മുദ്രാവാക്യം വിളിക്കാനും അവർക്ക് കമ്മിറ്റി മെമ്പർമാരാക്കി ഇരുത്താനും അല്ലെങ്കിൽ അവർക്ക് പാർട്ടി മെമ്പർമാരാക്കി ഇരുത്താനും അണികളില്ലാതെ പോകും. കാരണം മറ്റ് സാമുദായിക സംവിധാനങ്ങളും മറ്റ് ജാതി മതത്തിൽപ്പെട്ട ആളുകളൊക്കെ CPMൻ്റെ ഇരട്ടത്താപ്പ് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി മനസ്സിലാകാനുള്ളത് ഈ വിഭാഗത്തിൽപ്പെട്ട സാധാരണക്കാരാണ്. അപ്പോൾ അവർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്കൊരു അവരെ ഭയപ്പെടുത്താൻ വേണ്ടിയാണ് RSSലേക്ക് എത്തുകയോ RSSനെ കുറിച്ച് മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ BJPയെക്കുറിച്ച് മനസ്സിലാക്കുകയോ ചെയ്യുന്നത് ഇല്ലാതാക്കാൻ വേണ്ടിയാണ് CPM അങ്ങനെ ഒരു കഥ മെനഞ്ഞെടുത്തിട്ടുള്ളത്.